ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചത്തിട്ടില്ല, ഞാൻ ജീവനോടെ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പരിപാടി? എന്തായിരുന്നത് വീഡിയോയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ബേസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് തന്നെ ബേസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു, ബ്രോ ബേസ് വീട് നന്നായിട്ടുണ്ടാക്കണേ, അതുണ്ടാക്കണേ, ഇതുണ്ടാക്കണമെന്ന്. ഞാൻ എൻ്റെ എല്ലാ ലെറ്റ്സ് പ്ലേയിലത്തും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൻ മോശമായിരിക്കും. ഞാൻ അങ്ങനെ ബേസിൻ്റെ കാര്യം നോക്കാറില്ല. കുറേ ഫാർമിങ് കുത്തി നിറച്ച് വെറുതെ ഒരു ലെറ്റ്സ് പ്ലേ കൊണ്ടുപോകണ്ടല്ലോ, ഞാൻ പ്രോപ്പറായിട്ട് ഒരു ബേസൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ എപ്പിസോഡ് അങ്ങനെയല്ല, ഇതെനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാനും അതുകൊണ്ട് തന്നെ എനിക്കിത് അവസാനം വരെ കാണുന്ന ബേസ് ആകണമെങ്കിൽ നല്ല കിടലൻ ബേസ് ആവണം. അപ്പോൾ എല്ലാ ലെറ്റ്സ് പ്ലേയും പോലെ തട്ടിക്കൂട്ട് ബേസ് ഉണ്ടാക്കാതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കിഡ്ലോസ്കി ബേസ് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പ്രശ്നം പറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഫാർമിങ്ങും ബേസും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ പണി കിട്ടും. അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ 100 ബ്ലോക്ക് മാറി ഉണ്ടാക്കണം. അത് കുഴപ്പമില്ല, നമുക്കൊരു പാത്തൊക്കെ സെറ്റാക്കി റെഡിയാക്കാം. അപ്പോൾ ഇതെന്താണ് ഇവിടെ 2 ചെസ്റ്റ് ഇരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഞെട്ടും, നിങ്ങൾ ശരിക്കും ഞെട്ടും. അതായത് ഇത്രയും നാളെ ഞാൻ വീഡിയോ നടന്നപ്പോൾ ഞാൻ വെറുതെ മൈൻക്രാഫ്റ്റ് തൊടാതെ കുത്തിയിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അങ്ങനെയൊന്നും അല്ല ബ്രഹ്മച്ചാരെ. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇതൊക്കെ എൻ്റെ പുതിയ അയൺ ടൂൾസ് അതിൻ്റെ ഒരുപാട് എനിക്ക് ബേസിന് വേണ്ടി കുറച്ചധികം അയണിൻ്റെ സംഭവം ഉണ്ടാക്കണം. അതിനായിട്ട് എനിക്ക് അയൺ ഇല്ലായിരുന്നു. അങ്ങനെ അയൺ മൈനിങ്ങിന് പോയി അയണിൻ്റെ സംഭവം ഉണ്ടാക്കി, ആൻവിലുണ്ടാക്കി, അങ്ങനെ ഒരു ബേബി സോബി അള്ളാ പഠിച്ചവനെ ഓടി കൊടുക്കൂ. ഇവൻ ചാവാത്തെന്ത്? ചാവ് എടീ, ഇവൻ ചാകുന്നില്ല. ചത്ത്. ഞാൻ വിചാരിച്ചു ഇവൻ ഇത്ര ഹെൽത്ത് എന്തുവാന്ന്. ബേബി സോമിക്ക് അത്ര ഒത്തിരി ഹെൽത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൂടെ. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ വുഡും കുറേ അധികം സംഭവമുണ്ട്. പിന്നെ കുറേ അധികം സാധനങ്ങൾ ഇനിയും വേണം. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ഇല്ല. അത്രയും കൂടെ ഓഫ് ക്യാമറ ഒന്ന് വർക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. പക്ഷേ ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ഈ ഒരു ചെസ്റ്റിൽ വെച്ചേക്കണം. എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നിങ്ങൾ ഞെട്ടാനുള്ളതുണ്ട്. പിന്നെ കുറച്ചധികം വില്ലേജസിനെ അടിച്ചു മാറ്റി. ഒത്തിരി സസ്പെൻസ് ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചെസ്റ്റ് തുറക്കാൻ പോവാണ്. ആൻഡ് ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഞെട്ടിയോ? സത്യം പറഞ്ഞു, നിങ്ങൾ ഞെട്ടിയോ? നിങ്ങൾ ആ ലോഗോ നോക്കിയേ, 3 സ്റ്റാക്ക്. സത്യം പറഞ്ഞാൽ ഇത് ഒത്തിരി ഞെട്ടാനൊന്നുമില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇതിലും കിടലുമായിട്ടാണ് ഐറ്റംസ് ഗ്യാദർ ചെയ്യണം. ഞാൻ മാത്രമേ പക്ഷെ എൻ്റെ വീഡിയോസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചധികം നല്ലതാണ് ഗീസ്. അപ്പോൾ ഞാൻ ബേസ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഫുള്ള് ഗ്യാദർ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ഇനി എനിക്കൊരു ബേസ് ഉണ്ടാക്കണം. നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുറേ കുഴിയുണ്ട്. എന്താണ് നല്ലൊരു ബേസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഉണ്ടാക്കാൻ അറിയത്തില്ല ഗൈസ്. നമ്മളൊരു മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ആവാൻ നമുക്ക് ഫസ്റ്റത്തെ കാര്യം നല്ലൊരു ഡിസൈനർ ആവണമെന്നാണ് എൻ്റെ കഴിവനുസരിച്ച്. എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇന്ന് കിഡ്ലോസ്കി ബേസ് പണിയും. അതിനത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടായിരിക്കും പണിയുന്നത്. ഇവിടെ ആയിരുന്നൊരു പ്രോപ്പറായിട്ട് ഇവിടെ ആയിട്ട് പണിയാം ഗൈസ്. ഇവിടെ ആയിട്ട് പണിയാം. പക്ഷെ ഇവിടെ കുറേ ഗ്രാസ് ഉണ്ട്. ആ ഗ്രാസൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് റിമൂവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും. അപ്പോൾ നമുക്ക് FTTയുടെ ട്രിക്ക് എടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ആ ചുറ്റും ഗ്രാസൊക്കെ പോയി കിട്ടും. പക്ഷെ സൂക്ഷിക്കണം, എൻ്റെ ഫാർമിങ്ങിലോട്ട് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ ഞാൻ ആട്ടോ വെച്ച കംപ്ലീറ്റും സീഡും പോകും. ചിലതൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മളത് പൊട്ടിച്ചിടണം. എല്ലാം നമ്മൾ ഓസിന് ചെയ്യാൻ പാടില്ല. കുറച്ച് നമ്മൾ അവർക്ക് വേണ്ടേ. കണ്ട അത് ഇത്രയും നിരത്തു. അപ്പം ഞാനൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ചധികം ഗ്രാസൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ എനിക്ക് 14 വീറ്റ് സീഡ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചേക്കാം. ചിലപ്പോൾ ഇതെനിക്ക് ബേസ് ഉണ്ടാക്കാൻ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ക്ലിയർ ആക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ബേസ് ഉണ്ടാക്കണ വീഡിയോ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒടുക്കത്തെ ബോർഡിയിരിക്കും. സോ ടൈം ലാപ്സ് കാണിക്കുകയാണെങ്കിൽ ഇത് ജാവ എഡിഷനില്ല. സോ ഞാൻ ബേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ബേസ് ഇതാണ്. പക്ഷേ
നിങ്ങൾ മറ്റുള്ള മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഒത്തിരി പേര് സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ആയിരിക്കും. കാരണം ഞാൻ ഉണ്ടാക്കിയത് അത്ര അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ടൂൾസിൻ്റെ കാര്യം പറയണ്ട. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫുള്ള് പച്ചയാണല്ലോ അത്. ഞാൻ ഒന്നും കൂടി മൈനിങ്ങിന് പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര മൈനിങ്ങിനോട് എന്താണ്, നമ്മുടെ തൊട്ടടുത്ത് കേവുകളുണ്ട്, ഒരു സീൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീട് റിവീൽ ചെയ്യാൻ പോകുന്നത് 3, 2, 1 സ്റ്റാർട്ട്. യെസ് ഗോ ഗായ്സ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പ്രശ്നമുണ്ട്, ഷെയ്ഡർ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സെറ്റപ്പ് ആയനെ. ഇവിടെ ആയിട്ട് നമ്മൾ ചെറിയൊരു ഫാർമിംഗ് ഉണ്ട്. ഇതൊരു ഫുൾ ഡിസൈനിങ് ആണ്, അതാണ് നമ്മൾ യൂസ്ഫുൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരുന്നതിന് മുൻപ് പുറമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട് ഇവിടെ ഇമ്മാതിരി ഡിസൈൻ. പിന്നെ മുകളിലോട്ട് അകവഴിയും കയറാം, പുറത്ത് വഴിയും കയറാം. അപ്പോൾ ഞാൻ ഉള്ളൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ചെറിയ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. ഇത് ചുമ്മാ ഇതൊക്കെ ഡിസൈനിങ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ച ഫർണസും പിന്നെ ഈ സ്മോക്കറൊക്കെ ഉണ്ട്. പിന്നെ 2 ചെസ്റ്റും പിന്നെ ബാരലും പിന്നെ ഇതും ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതായത് വെച്ചപ്പോഴായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ എനിക്കൊന്ന് മോഡിഫൈ ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യാൻ, പ്ലാനൊക്കെ തീർന്നു പോയി ഗൈസ്. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ കുറച്ചും കൂടി ഉണ്ട്. ഇവിടെയൊക്കെ ക്രീപ്പർ ഒന്ന് ഞാൻ പോയി പറഞ്ഞു, എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ക്രീപ്പറിനെ കൊന്നു. പൊട്ടിത്തെറിക്കാത്ത വൈകി ദൂരം കാര്യം. അപ്പോൾ ഇത് കണ്ട, ഇത് നമ്മളെ മേൽക്കൂര സംഭവം. പക്ഷേ ഇവിടെ എന്ത് ബിൽഡ് എനിക്ക് അറിയത്തില്ല. ഇവിടെ എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ പറ്റി കിടക്കണ്ട, എനിക്ക് അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം. ഇവിടെ എനിക്കിപ്പോൾ ഒരു അയൺ ഫാം ബിൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ അയൺ ആർമർ വയ്ക്കണം. ഓക്കെ, പിന്നെ പുറം വഴിയുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ബാക്കിൽ നമ്മുടെ ബാൽക്കണി ഉണ്ട്. ഇവിടെ നമ്മൾ വ്യൂ സ്പോട്ടാണ്. പിന്നെ ഇതാണ് പുറം വഴി, നമുക്ക് കയറാം. എനിക്കറിയത്തില്ല ഗൈസ്, ഇത് ഡിസൈൻ വൈൻഡ് നോക്കുവാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അയ്യോ ഇതുവഴി പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പെറ്റിനെ കൊണ്ടുവരാം. പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ എനിക്ക് എൻജോയിങ് സ്റ്റേഷനും പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതൊന്നും ഇപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫ്യൂച്ചറിനകത്ത് ഇവിടെ എൻജോയിങ്ങും മറ്റേതെല്ലാം കുറച്ചൊക്കെ വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. 5ാമത്തെ എപ്പിസോഡ് ഇടുന്നവരെ ടാറ്റ ബൈ ബൈ. Let's just leave me staggered.